الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي النبي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعاذني الله وإياكم من النار ألا لا إيمان لمن لا أمانة له ولا دين لمن لا عهد له عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, പ്രപഞ്ചനാഥനായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പരമാവധി പാലിച്ച് ജീവിക്കുന്നതിലൂടെ മാത്രമാണ് മനുഷ്യർക്ക് അവരുടെ ഇഹപര ജീവിതങ്ങളിൽ യഥാർത്ഥ വിജയവും സന്തോഷവും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി അല്ലാഹുവിനെ അനുസരിച്ചും അവന് വിധേയപ്പെട്ടും അവന് ജീവിതം സമർപ്പിച്ചും തഖ്വയോടെ ജീവിക്കണമെന്ന് ആദ്യമായി വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. കാരുണ്യവാനായ നാഥൻ ജീവിതത്തിൽ തഖ്വ പുലർത്താനും അതുവഴി അവൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കാനും നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യാസന്താനങ്ങളെയും ഗുരുനാഥന്മാരെയും നമുക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും പ്രത്യേകമായി തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ജീവിതത്തിന്റെ വിവിധങ്ങളായ ആവശ്യങ്ങളെ മുൻനിർത്തി കാരുണ്യവാനായ നാഥനോട് നമ്മൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളൊക്കെയും അല്ലാഹു ഖബൂൽ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽ അർദുൽ മുഖദ്ദസതു ബൈനൽ യഹൂദിയ്യത്തി വൻ നസ്രാനിയ്യത്തി വൽ ഇസ്ലാം, പുണ്യഭൂമി അല്ലെങ്കിൽ പരിശുദ്ധ ഭൂമി,
അത് യഹൂദികളുടെയും ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വീക്ഷണത്തിൽ, ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ഈ അറബിയിലുള്ള തലക്കെട്ട് ഒരു PG തീസിസിന്റെ തലക്കെട്ടാണ്. 2013 ഫലസ്തീനിലെ പ്രമുഖമായ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റർ ഡിഗ്രി നേടിയെടുക്കുന്നതിന് വേണ്ടി ഖിസ്മുൽ അഖീദത്തി വൽ മദാഹിബ് അൽ മുആസിറ, അഖീദ ആൻഡ് മോഡേൺ ഐഡിയോളജീസ് ഡിപ്പാർട്ട്മെന്റിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ബഹ്സാണ് അല്ലെങ്കിൽ തീസിസാണ് ഇത്. ഈ തീസിസ് സമർപ്പിച്ച വിദ്യാർത്ഥിയുടെ പേര് ഹുദൈഫ സമീർ അബ്ദുള്ള അൽ കഹ്ലൂത്ത് എന്നാണ്. ഈ തീസിസിന്റെ ആദ്യ പേജിൽ നൽകിയിട്ടുള്ള ആപ്തവാക്യം പോലെ നൽകിയിട്ടുള്ള വചനം വിശുദ്ധ ഖുർആനിൽ നിന്നുള്ള ഒരായത്താണ്. സൂറത്തുൽ അഅറാഫിലെ 128-ാമത്തെ ആയത്ത്, ഖാല മൂസ ലിഖൗമിഹി ഇസ്തഈനു ബില്ലാഹി വസ്ബിറു. മൂസ തന്റെ സമൂഹത്തോട്, തന്റെ സമുദായത്തോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേടുക. വസ്ബിറു, അടിയുറച്ച് അവന്റെ മാർഗത്തിൽ നിലകൊള്ളുകയും ചെയ്യുക. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അല്ലാഹുള്ളതാണ്. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദിഹി, അവന്റെ അടിമകളിൽ നിന്ന് അവൻ ഇച്ഛിക്കുന്നവർക്കാണ് അവൻ ആ ഭൂമിയെ അനന്തരമായി നൽകുക. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖികൾക്കാണ്, അല്ലാഹുവിനെ സൂക്ഷിച്ച് അവന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുധാവനം ചെയ്ത് ജീവിക്കുന്നവർക്കാണ് അന്തിമമായ വിജയമുള്ളത് എന്നുമാണ് ആ ആയത്ത്. ഈ ഗവേഷണ പ്രബന്ധം അല്ലെങ്കിൽ ഈ ഗവേഷണ പഠനം ആ വിദ്യാർത്ഥി സമർപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെ എഴുതിക്കൊണ്ടാണ്: ഇലാ അഹ്ദസി ഖത്റാത്തി ദിമാഇ ഫി മസീറത്തിൽ ഇസ്ലാം നഹ്വ ബൈത്തുൽ മഖ്ദിസ്. ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള ഇസ്ലാമിക മുന്നേറ്റത്തിന്റെ മാർഗത്തിൽ ഏറ്റവും ഒടുവിൽ ചിന്തപ്പെട്ടിട്ടുള്ള രക്തത്തുള്ളികൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ദിമാഇ ശുഹദാഇ ഫി റാബിഅത്തിൽ അദവിയ്യ ഫി മിസ്ർ, ഈജിപ്തിലെ ദീർഘകാലമായ സ്വേച്ഛാധിപത്യം അവസാനിപ്പിക്കാൻ അറബ് ലോകത്ത് നടന്ന അറബ് വസന്തത്തിന്റെ കാതലായി കരുത്തായി വർദ്ധിച്ച ഈജിപ്തിലെ അറബ് വസന്ത സമരത്തിന്റെ സാക്ഷിയായ റാബിയത്തുൽ അദവിയ്യ ചത്വരത്തിൽ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങിയ രക്തസാക്ഷികളുടെ രക്തത്തുള്ളികൾക്ക് മുമ്പിൽ ഈ പഠനം സമർപ്പിക്കപ്പെടുന്നു. ഇലൽ ഖവിയ്യിൽ അമീൻ, കവിയും അമീനുമായ ഒരു വ്യക്തിക്ക് വേണ്ടി ഈ പഠനം സമർപ്പിക്കപ്പെടുന്നു. ഹാമിലി ഹമ്മിൽ ഉമ്മത്തി വറംസിൽ ഹുർരിയത്തി വൽ കറാമ, ഇസ്ലാമിക സമൂഹത്തിന്റെ എല്ലാ വ്യഥകളും ഏറ്റുവാങ്ങിയ, ലോകത്ത് സ്വാതന്ത്ര്യത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും പ്രതീകമായ സആദത്തി ദക്തൂർ മുഹമ്മദ് മുർസി റئീസ് ജംഹൂരിയത്ത് മിസ്ർ അൽ അറബിയ, ഈജിപ്തിന്റെ പ്രസിഡന്റായ ഡോക്ടർ മുഹമ്മദ് മുർസിക്ക് വേണ്ടി ഈ പഠനം സമർപ്പിക്കുന്നു. വഇലാ കുല്ലി മുസ്ലിമിൻ, എല്ലാ മുസ്ലിമിനും വേണ്ടിയാണ് ഈ പഠനം സമർപ്പിക്കപ്പെടുന്നത്. ഹുബ്ബൻ വവലാഅൻ വഉർഫാനൻ, അവരോടുള്ള സ്നേഹത്തിന്റെയും കൂറിന്റെയും കടപ്പാടിന്റെയും പുറത്ത്. വഇലാ കുല്ലി യഹൂദിയ്യിൻ വനസ്രാനിയ്യിൻ, എല്ലാ ജൂതന് മുന്നിലേക്കും
എല്ലാ ക്രിസ്ത്യാനിക്ക് മുന്നിലേക്കുമാണ് ഈ പഠനം സമർപ്പിക്കുന്നത്. ഹുജ്ജത്തൻ വ ബുർഹാനൻ വ ഇൽസാമ, നിങ്ങൾക്ക് മുമ്പിലേക്ക് തെളിവായി, ഒരു പ്രൂഫായി, ഒരു എവിഡൻസായി ആണ് ഈ പഠനം സമർപ്പിക്കപ്പെടുന്നത്. ഈ വചനങ്ങളിലൂടെയാണ് ആ ഗവേഷണ പഠനത്തിന്റെ അവതരണം ആ വിദ്യാർത്ഥി 2013 നിർവഹിച്ചിട്ടുള്ളത്. ആ പഠനത്തെ അവതരിപ്പിച്ചുകൊണ്ട് അതിന്റെ ആമുഖത്തിൽ എന്തൊക്കെ വിഷയങ്ങളിലൂടെയാണ് ആ ഗവേഷണ പ്രബന്ധം കടന്നുപോകുന്നത് എന്നത് വ്യക്തമാക്കിയതിനു ശേഷം, ആ പഠനം യഥാർത്ഥത്തിൽ പുണ്യഭൂമി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് പുണ്യ ഫലസ്തീനിനെയാണ്. ആ പുണ്യഭൂമിക്ക് മേലുള്ള അവകാശവാദങ്ങൾ, ചരിത്രപരമായും മതപരമായും ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങളുടെ പ്രൂഫുകളെ പഠിക്കുകയും പഠനവിധേയമാക്കുകയും ആ പഠനത്തിനൊടുവിൽ അതാർക്ക് അവകാശപ്പെട്ടതാണ് എന്നതിലേക്ക് കൃത്യമായി വെളിച്ചം വീശുന്ന, ചരിത്രപരമായും മതപരമായും ഫലസ്തീൻ മണ്ണിനുമേൽ ജൂത ക്രിസ്ത്യാനികളുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അവകാശവാദങ്ങളുടെ ബാലിശത തുറന്നു കാണിക്കുകയും മറിച്ച് അതിന്മേലുള്ള ഇസ്ലാമിന്റെയും ഇസ്ലാമിക സമൂഹത്തിന്റെയും അവകാശത്തെ സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു പഠനമാണത്. പഠനങ്ങൾ കടന്നുപോകുന്ന മേഖലകൾ വരച്ചു കാട്ടിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ ആ ഗവേഷണ പ്രബന്ധത്തിന്റെ ആമുഖത്തിന്റെ അവസാനത്തിൽ ആ വിദ്യാർത്ഥി ഇങ്ങനെ കുറിച്ചു. ഈ പഠനം മുഴുവിച്ചതിന് ശേഷം എന്റെ മനസ്സിൽ ഉയർന്നു വന്ന ചിന്തകളിൽ നിന്ന് ചില കവിതാ ശകലങ്ങൾ ഞാൻ കുറിച്ചിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിക്കൊണ്ട് അതിനുശേഷം ഒരു പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടാണ് ആ പഠനത്തിന്റെ അവതരണം നടന്നിട്ടുള്ളത്. അയാൾ കുറിച്ച കവിത ഇങ്ങനെയാണ്: ഇഖ്താറഹൽ ജബ്ബാറു ഖുദ്സൻ വസ്തഫ, ജബ്ബാറായ അല്ലാഹു ഖുദ്സിനെ തെരഞ്ഞെടുക്കുകയും സ്ഫുടം ചെയ്തെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഫതബാറകത് വതഖദ്ദസത് ഫീ കുല്ലി ദീൻ, അതിനെ തുടർന്നാണ് ആ മണ്ണ് എല്ലാ മതസമൂഹങ്ങളിലും പരിശുദ്ധമായ ഒരു മണ്ണായി, പുണ്യകരമായ ഒരു മണ്ണായി, ഭൂമിയായി മാറിയത്. വതദാഫഅൽ അഖറാബു ഫൗഖ തുറാബിഹ, പിന്നീട് ആ മണ്ണിന് മുകളിൽ അപരിചിതരായ അന്യരായ പലരും കൂട്ടം കൂടി വന്നു. ഫതഅല്ലമത് വതസബ്ബറത് അബ്റ സിനീൻ, അങ്ങനെ സംഭവിച്ചപ്പോൾ ദീർഘമായ വർഷങ്ങൾ ആ ഭൂമി വേദനിക്കുകയും എന്നാൽ ക്ഷമയോടുകൂടി കാത്തിരിക്കുകയും ചെയ്തു. ഹബ്ബലഹൽ ഫാറൂഖ് യൗമസ്തസ്റഹ, ഒരിക്കൽ ആ മണ്ണ് സഹായം തേടി ആർത്ത് കരഞ്ഞപ്പോൾ ഫാറൂഖ് ഉമർ കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ചു വന്ന് അതിന്റെ സഹായത്തിനെത്തിയിട്ടുണ്ട്. ഫതനസ്സമത് ഹുർരിയതൻ ബഅദൽ അനീൻ, സങ്കടത്തിന്റെ വേദനയുടെ കരച്ചിലുകൾക്ക് ശേഷം സ്വാതന്ത്ര്യം ആ മണ്ണിൽ പൂത്തുല്ലസിച്ചത്, അല്ലെങ്കിൽ ഒരു മന്ദമാരുതനെ പോലെ വീശിയത് ഫാറൂഖ് ഉമറിന്റെ ഇടപെടലിലൂടെയാണ്. പിന്നീടൊരു കാലത്ത് ചതിപ്രയോഗത്തിലൂടെ കുരിശു പടയാളികൾ ആ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ആ മണ്ണിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് പിന്നീട് സലാഹുദ്ദീനിലൂടെയാണ് ആ മണ്ണ് സ്വാതന്ത്ര്യം നേടുകയും വീണ്ടും അതിന്റെ പരിശുദ്ധി വീണ്ടെടുക്കുകയും ചെയ്തത്. ദാറസ്സമാനു വയാലഹാ മിൻ ദൗല, അങ്ങനെ കാലചക്രം കറങ്ങി മുന്നോട്ട് പോയി. പിന്നീട് ആ മണ്ണിൽ ഉയർന്നു വന്ന ഒരു നികൃഷ്ടമായ രാഷ്ട്രം, അബസൽ യഹൂദു ബിഇർസി ഖൈറിൽ മുർസലീൻ, ശ്രേഷ്ഠരായ പ്രവാചക പുങ്കവന്മാരുടെ പൈതൃകം വെച്ച് ജൂതന്മാർ കളിച്ച നികൃഷ്ട കളിയെ തുടർന്നുണ്ടായ ഒരു രാഷ്ട്രം. വതജബ്ബറു വതനമ്മറു ഫീ ഗഫ്ലത്തിൻ,
ലോകത്തിന്റെ അശ്രദ്ധയുടെയും നിസ്സംഗതയുടെയും നടുവിൽ അവരങ്ങനെ ആ മണ്ണിൽ അധികാരം വാഴുകയും സ്വേച്ഛാധിപതികളാവുകയും അവർ വേട്ടക്കാരായി മാറുകയും ചെയ്തു. മുസ്ലിം സൈന്യങ്ങളുടെ നിന്ദ്യത അവർ വിജയമായി ആഘോഷിക്കുകയും ചെയ്തു. ശത്രുവിനു മുമ്പിൽ മുട്ടിലിഴഞ്ഞ ജനസമൂഹങ്ങൾക്ക് ആ മണ്ണ് ഒട്ടും വിലയില്ലാതെയായി, അത് നിസ്സാരമായി അവർക്ക് അനുഭവപ്പെട്ടു. പക്ഷേ സജ്ജനങ്ങളായ ജനങ്ങളുണ്ടായിരുന്നു. ആ മണ്ണ് ആ സജ്ജനങ്ങളായ ജനങ്ങളുടെ ഹൃദയങ്ങളെ ആകർഷിക്കുകയും പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ സ്വാലിഹുകളായ സജ്ജനങ്ങളായ ജനങ്ങൾ അവർ സമരസജ്ജരാവുകയും അവരുടെ ജിഹാദ് കൊണ്ട് അവർ ആ മണ്ണിൽ നിന്ന് സുഗന്ധമുള്ള അനുഭവങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു, സുഗന്ധം അനുഭവിക്കുകയും ചെയ്തു. നിരന്തരമായി ഇടതടവില്ലാതെ അവർ ഏറ്റവും വില കൂടിയ ജീവനുകൾ ബലിയർപ്പിക്കുന്നതിൽ നിന്ന് ആണ് ആ മണ്ണ് സുഗന്ധവും അതുപോലെ തന്നെ സൽവാർത്തകളും സ്വീകരിച്ചത്. പ്രവാചകന്മാരുടെ ആ പുണ്യഭൂമി പിന്നീട് സന്തോഷിച്ചു. അല്ലത്തി ത്വാലത് ബിഹാ ആമാദുൽ ബിൽ ഗാസിബീൻ, അധിനിവേശകരുടെ അക്രമങ്ങളുടെ ദീർഘകാലങ്ങളിൽ കടന്നുപോയതിനു ശേഷം അങ്ങനെ ഒടുവിൽ ആ മണ്ണിപ്പോൾ അള്ളാഹുവിന്റെ സൈന്യത്തിന്റെ സമരാഗ്നികളെ ഒരാസ്വാദനമായി ഒരു മധുരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിൽ കയ്യി തശ്ഫ കുല്ലു ആലാമി അസ്സിനീൻ, ദീർഘകാലങ്ങളുടെ വേദനകളെല്ലാം ആ സമരാഗ്നിയുടെ ഒരു കോട്ടറിയിലൂടെ, ആ സമരാഗ്നി കൊണ്ടുള്ള ഒരു തീവപ്പ് ചികിത്സയിലൂടെ ശിഫയാക്കപ്പെടും, ശമനം കിട്ടും എന്ന പ്രതീക്ഷയിൽ ഈ വരികൾ ഇങ്ങനെ കുറിച്ചിട്ടതിന് ശേഷം ഏറ്റവും ഒടുവിൽ തന്റെ ഗവേഷണ പ്രബന്ധത്തിന്റെ അവസാനത്തിൽ ആ വിദ്യാർത്ഥി കുറിച്ചിട്ടുള്ള പ്രാർത്ഥനകൾ ഇങ്ങനെയാണ്: ഈ ബഹ്സിലുള്ള, ഈ പഠനത്തിലുള്ള മുഴുവൻ വാക്കുകളുടെയും അത്ര എണ്ണത്തിൽ അബ്തഹിലു ഇലല്ലാഹി തആല, ഞാൻ അല്ലാഹുവിലേക്ക് അഭയം, അത്രയും പ്രാവശ്യം ഞാൻ അല്ലാഹുവിലേക്ക് അഭയം പ്രാപിക്കുന്നു, അല്ലാഹുവിലേക്ക് ഞാൻ കേണപേക്ഷിക്കുന്നു. അയ്യജഅലനി വമൻ ഖറഅ ഹാദിഹി സുതൂർ, എന്നെയും ഈ വരികൾ വായിക്കുന്നവരെയും ആക്കി തീർക്കുവാൻ, മിൻ ഔലിയാഇഹിൽ മുറാബിതീൻ, അവന്റെ മുറാബിത്തുകളായ മുജാഹിദുകളായ ഔലിയാക്കളാക്കി മാറ്റാൻ, അലാ സുബൂരിൽ അർദിൽ മുഖദ്ദസ, പരിശുദ്ധ ഫലസ്തീനിന്റെ അതിരുകൾ കാക്കുന്ന, അതിനുവേണ്ടി പോരാടുന്ന മുറാബിത്തുകളായി മുജാഹിദുകളാക്കി മാറ്റാൻ, വഅയ്യജഅലനാ വഖൂദൻ വജുനൂദൻ ലിഫത്ഹിഹാ വതഹരീരിഹാ, ആ മണ്ണ് വിജയിച്ചടക്കാനും ആ മണ്ണിനെ വിമോചിപ്പിക്കാനുമുള്ള സൈന്യവും അതിനുള്ള വിറകുമായി ഞങ്ങളെ മാറ്റിത്തരാനും അല്ലാഹുവോട് ഞാൻ കേണപേക്ഷിക്കുന്നു. ശിബ്രൻ ബിശിബ്രിൻ, ചാൺ ചാണായി ആ മണ്ണിനെ വിമോചിപ്പിച്ചെടുക്കാൻ. വഅയ്യുനസ്സില അലൈനാ നസ്റഹു വതംകീനഹു, ഞങ്ങൾക്ക് മേൽ അവന്റെ സഹായവും അവന്റെ സൗകര്യങ്ങളും അവന്റെ അധികാരവും ഞങ്ങൾക്ക് മേൽ ചൊരിയണമെന്നും അല്ലാഹുവോട് ഞാൻ കേണപേക്ഷിക്കുന്നു. ഈ വരികൾ കുറിച്ചുകൊണ്ടാണ് ആ ഗവേഷണ പ്രബന്ധം, അതിന്റെ ആമുഖം അവസാനിച്ചിട്ടുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 2013 ഗസ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ അഖീദ ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാസ്റ്റർ ഡിഗ്രി കരസ്ഥമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുടെ, പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹുദൈഫ സമീർ അൽ കഹ്ലൂത്ത് എന്ന പേരുള്ള ഒരു വിദ്യാർത്ഥി ഈ പഠനം സമർപ്പിച്ചിട്ടുള്ളത്. 2013 ഈ പഠനം സമർപ്പിക്കുന്ന സമയത്ത് ആ വിദ്യാർത്ഥി ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്.
ലോകത്തിന്റെ മുമ്പിൽ എല്ലാവർക്കും അറിയുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ആ വിദ്യാർത്ഥി. പക്ഷേ അവൻ ലോകത്ത് അറിയപ്പെട്ടത്, അയാൾ ലോകത്തറിയപ്പെട്ടത് അബൂ ഉബൈദ എന്ന പേരിലാണ്. 15-ാമത്തെ വയസ്സിൽ 1985 ജനിച്ച് 2000 15-ാമത്തെ വയസ്സിൽ അവൻ ഹമാസിൽ അംഗമായി ചേർന്നിട്ടുണ്ട്. 20-ാം വയസ്സ് മുതൽ ഹമാസിന്റെ ഔദ്യോഗിക വക്താക്കളിൽ ഒരാൾ അവൻ മുഖം മറച്ച് മാധ്യമങ്ങളിൽ, മുഖത്ത് കഫിയ പുതച്ച് അവൻ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ദീർഘമായ വർഷങ്ങൾ ലോകത്തുടനീളം ഫലസ്തീനിന്റെ വിവരത്തിന് വേണ്ടി, ഫലസ്തീനിന്റെ വിശേഷങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ മുഴുവൻ കാതോർത്തത് അവനെയാണ്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ തിങ്കളാഴ്ചയിൽ ലോകത്തിന്റെ മുമ്പിലേക്ക് വളരെ സങ്കടത്തോടുകൂടി ഞെട്ടിപ്പിക്കുന്ന സ്വഭാവത്തിൽ ആ വിദ്യാർത്ഥിയുടെ, ആ ധീര മനുഷ്യന്റെ പേര് വെളിപ്പെടുത്തപ്പെട്ട്, മുഖം വെളിപ്പെടുത്തപ്പെട്ട് അയാളുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത പുറത്തു വന്നിരിക്കുന്നു എന്നതാണ് നമ്മളുടെ മുമ്പിലുള്ള സാഹചര്യം. എന്താണ്, ആരായിരുന്നു കഫിയക്ക് പിറകിൽ മുഖം വെളിവാക്കാതെ ലോകത്തെ ത്രസിപ്പിച്ച, ലോകത്തെ മുഴുവൻ ഫലസ്തീൻ അനുകൂലമായി, ഗസക്ക് അനുകൂലമായി പൊതുബോധം സൃഷ്ടിച്ചെടുത്ത് ലോകത്തെ ആകർഷിക്കുന്ന ഫലസ്തീൻ വിഷയത്തിലേക്ക്, അതിന്റെ മെറിറ്റിലേക്ക് ലോകത്തെ വഴി നടത്തുന്നതിന് തന്റെ ജീവിതവും തന്റെ ശബ്ദവും ചെലവഴിച്ച ആ മഹാനുഭാവൻ ആരായിരുന്നു എന്ന് രക്തസാക്ഷിത്വത്തിന്റെ വാർത്തയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹോദരനോട് അൽ ജസീറ ചാനലിൽ നിന്ന് ചോദിക്കപ്പെട്ടപ്പോൾ വളരെ ചുരുക്കി എന്റെ സഹോദരനെ കുറിച്ച് ഞാൻ പറയുക, കാന റജുലൽ ഖുർആൻ, അവൻ ഒരു ഖുർആനിക മനുഷ്യനായിരുന്നു എന്നതാണ്. ഖുർആനായിരുന്നു അവന്റെ അടിസ്ഥാനം. ആ ഖുർആനോടൊപ്പമാണ് അവൻ ജീവിച്ചത്. അവന്റെ മക്കളെ അവൻ നിരന്തരമായി പഠിപ്പിച്ചത് ആ ഖുർആനാണ്. ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിത്വം വരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ള വിവരം, പ്രിയപ്പെട്ട ഭാര്യയും 3 മക്കളോടും ഒപ്പമാണ് അയാൾ ആ രക്തസാക്ഷിത്വം ഏറ്റുവാങ്ങി അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചിട്ടുള്ളത് എന്ന വാർത്തയാണ്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിതത്തിൽ ചെറുപ്പം മുതൽ രൂപപ്പെട്ടു വരുന്നത്, മനുഷ്യരെ രൂപപ്പെടുത്തുന്നതിൽ, പ്രത്യേകിച്ചും ലോകത്തിന് ഉപകാരമുള്ള, മൊത്തം ലോകത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ലോകത്തെ ജനസമൂഹങ്ങളിൽ അനീതിക്കരിയാകുന്ന ഏതെങ്കിലും പ്രത്യേക ജനവിഭാഗങ്ങൾക്കോ ഒക്കെ അത്താണിയാകുന്ന, താങ്ങും തണലുമാകുന്ന, അവരെ വിജയത്തിലേക്ക്, നല്ല ഒരു ജീവിതത്തിലേക്ക് വഴി നടത്താൻ നായകത്വം വഹിക്കുന്ന ആളുകൾ എങ്ങനെയാണ് ചെറുപ്പകാലം മുതൽ രൂപപ്പെട്ടു വരുന്നത് എന്നത് അബൂ ഉബൈദ അടക്കമുള്ള ഫലസ്തീനി നായകന്മാരെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്ര ചെറുപ്പം മുതലാണ് ഫലസ്തീനുകളെ കുറിച്ച് ഏറ്റവും ഒടുവിൽ നമ്മുടെ മുമ്പിലേക്ക് പങ്കുവെക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളിൽ ഒന്ന്, ആളുകൾ പള്ളികളുടെ അഡ്രസ്സിൽ പരസ്പരം പരിചയപ്പെടുത്തുന്ന ആളുകളാണ് ഗസയിലുള്ളത് എന്നതാണ്. ആളുകൾ സ്വയം പരിചയപ്പെടുത്തുമ്പോഴും, ഒരാളെ പരിചയപ്പെടാൻ വേണ്ടി ഒരാളെ കുറിച്ച് ചോദിക്കുമ്പോഴും, പേര് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് ചോദിക്കുക, നിങ്ങൾ ഏത് പള്ളിക്കാരനാണ്, ഏത് ജുമുഅത്ത് പള്ളിയുടെ പരിധിയിൽ വരുന്നയാളാണ് എന്നാണ് ചോദിക്കുക. അല്ലെങ്കിൽ ഒരാൾ സ്വയം പരിചയപ്പെടുത്തുമ്പോ പേര് പറഞ്ഞതിന് ശേഷം തന്റെ നാട് പറയുന്നതിന് പകരം, തറവാട് പറയുന്നതിന് പകരം, കുടുംബം പറയുന്നതിന് പകരം അന ഇബ്നു അൽ മസ്ജിദിൽ ഫുലാനി, അന ഇബ്നു അൽ ജാമിഅ അൽ ഫുലാനി, ഞാൻ ഇന്നാലിന്ന പള്ളിയുടെ അഹ്ലിൽപ്പെട്ടയാളാണ് എന്നതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആനുമായി, അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി മനസ്സിണക്കപ്പെട്ട് അത് തന്നെയാണ് ലോകം എന്ന് വിചാരിച്ച് അവിടെ നിന്ന് ഈമാനും സ്വബറും തഖ്വയുമൊക്കെ ചെറുപ്പകാലത്ത് തന്നെ പകർന്നെടുത്ത് വളർന്നു വരുന്ന തലമുറകൾ
തങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ, തങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീതിയുടെ കോഴ്സിന് വേണ്ടി, മെറിറ്റിനു വേണ്ടി ചെലവഴിക്കുന്നവർ, അങ്ങനെ വളർന്നുവരുന്ന പുതിയ തലമുറകൾ, വിദ്യാർത്ഥി സമൂഹങ്ങൾ, ഇവരാണ് ലോകത്ത് മഹാത്ഭുതങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏറ്റവും ഒടുവിൽ പുതിയ ഹമാസിന്റെ അല്ലെങ്കിൽ അസുദ്ദീൻ അൽ ഖസ്സാമിന്റെ ബ്രിഗേഡിയറിന്റെ പുതിയ സൈനിക വക്താവിലൂടെ 5 പേരുടെ രക്തസാക്ഷിത്വമാണ് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഫലസ്തീനിൽ ഗസയിൽ നടക്കുന്ന പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന വളരെ പ്രമുഖരായ 5 പേരുടെ രക്തസാക്ഷിത്വമാണ് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിൽ മുഹമ്മദ് സിൻവാർ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. അൽ ഖസ്സാം ബ്രിഗേഡിയറിന് നെടുനായകത്വം വഹിച്ചിരുന്ന സൈനിക മേധാവി മുഹമ്മദ് അബുല്ലൈഫിന് ശേഷം ആ പദവിയിലേക്ക് കടന്നു വന്ന മുഹമ്മദ് സിൻവാർ അടക്കമുള്ളവർ ആ രക്തസാക്ഷിത്വത്തിന്റെ പട്ടികയിലുണ്ട് എന്നതാണ്. അവരെ എല്ലാവരെയും വളരെ ആദരപൂർവം സ്മരിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അള്ളാഹുവിന്റെ ദീനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ ഭവനത്തിന്റെയും പരിശുദ്ധ ഭൂമിയുടെയും നീതിയുടെ കോസിനു വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ചവർ എന്നുള്ള നിലക്ക് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെയും ഷഹാദത്തിനെ ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം ഇന്നലെ ഹമാസ് ലോകത്തുള്ള മുസ്ലിങ്ങളോടെല്ലാവരും അവർക്ക് വേണ്ടി സ്വലാത്തുൽ ജനാസ നിർവഹിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. വഫാഅൻ ലിജിഹാദിഹിം വതളഹിയാതിഹിം വതഖദീറൻ ലിമസീറതിഹിം ഫിദ്ദിഫാഇ അൻ അർദി ഫലസ്തീൻ അൽ മുബാറക എന്ന് പറഞ്ഞുകൊണ്ട് അവരോടുള്ള നമ്മുടെ ഒരു ബാധ്യതയുടെ, അവർ നിർവഹിച്ച ജിഹാദിനോടുള്ള നമ്മുടെ ഒരു കടപ്പാട് എന്നുള്ള നിലക്ക്, അവർ നിർവഹിച്ചിട്ടുള്ള ത്യാഗങ്ങളോടുള്ള കടപ്പാട് എന്നുള്ള നിലക്ക് അവരുടെ ഫലസ്തീനെ പ്രതിരോധിക്കാൻ വേണ്ടി, ഫലസ്തീനെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ, മുന്നേറ്റത്തിൽ അവർ നിർവഹിച്ചിട്ടുള്ള അധ്വാന പരിശ്രമങ്ങളെ വിലമതിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മയ്യിത്ത് നമസ്കാരം നിർവഹിക്കണമെന്ന് ആഹ്വാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ജുമുഅ നമസ്കാരത്തിന് ശേഷം നമ്മൾ നിർവഹിക്കുന്നതാണ്. ഈ ആളുകളുടെ ജീവിതങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ധാരാളം പാഠങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ലോകമാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഈ ഒരു സമയത്തെങ്കിലും അള്ളാഹുവിന്റെ ദീനിന്റെ അടിസ്ഥാന മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട്, ദീനിന്റെ പേരിൽ ആവേശഭരിതരായി അള്ളാന്റെ ദീനിനു വേണ്ടിയുള്ള അധ്വാന പരിശ്രമങ്ങളിൽ നമ്മെ സമർപ്പിക്കാനുള്ള, ആവേശം നേടിയെടുക്കാനും അതിനുള്ള തീരുമാനമെടുക്കാനും നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി വന്ന ഏറ്റവും ദൗർഭാഗ്യമുള്ള ജീവിതങ്ങളായിരിക്കും നമ്മുടേത് എന്ന് നമ്മൾ ജാഗ്രതപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ അറിയാൻ, അവന്റെ ദീനിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ, അവന്റെ ദീൻ നമ്മളിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിയാൻ, ആ ഉത്തരവാദിത്തങ്ങൾ ദീനിനു വേണ്ടി, സമൂഹത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടിയൊക്കെ നിർവഹിക്കാൻ ഉള്ള കരുത്ത്, അതിനുള്ള ഈമാൻ, സബ്ർ, തഖ്വ, യോഗ്യതകൾ എല്ലാം പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. اللهم صل وسلم وبارك على محمد وعلى آله وصحبه أجمعين. عباد الله أوصيكم وإياي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. طيب ثراهم واجعل الجنة مأوانا ومأواهم. اللهم أجرنا من النار. اللهم أجرنا ووالدينا من النار.
اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين اللهم انصرنا على القوم الظالمين اللهم انصرنا على الحكام الظالمين اللهم أرنا في الظالمين عجائب قدرتك اللهم خذ الظالمين أخذ عزيز مقتدر فإنهم لا يعجزون اللهم انصر إخواننا المجاهدين في غزة اللهم انصر إخواننا المظلومين المستضعفين في فلسطين اللهم انصر إخواننا المسلمين في كل مكان في العالم يا رب العالمين اللهم إنا نشكو إليك ضعف قوتنا وقلة حيلتنا وهواننا على الناس فلا تكلنا إلى أنفسنا طرفة عين ولا أقل من ذلك ربنا توفنا مسلمين وألحقنا بالصالحين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم فاغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين.